എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇമ്പോർട്ടന്റ്? ഇൻഫ്ലേഷൻ അത് നമ്മളെ സേവിങ്സിനെ ഇല്ലാണ്ടാക്കും. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതായത് ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് 6% കഴിഞ്ഞ വർഷത്തെക്കാളും ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് കൂടുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലെറ്റ്സ് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക്, എന്റെ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം റുപ്യ ഇട്ടെന്ന് വെച്ചോ. അതായത് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാത്ത ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഞാൻ 1 lakh rupees ഇട്ട്. അടുത്ത കൊല്ലം നോക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറയാ ഉണ്ടാവുക. അതായത് 6% ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ആ 1 lakhന്റെ വാല്യൂ എന്ന് പറയുന്നത് 94,000 റുപ്യ ആയിരിക്കും. അതായത് 6,000 റുപ്യ അവിടെ ലോസ് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഒരു ഹോണ്ട ഡിയോന്റെ പ്രൈസ് 1 lakh ആണെങ്കിൽ അടുത്ത വർഷം അത് വാങ്ങുമ്പോൾ, ഈ പുതിയ വർഷം നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ പ്രൈസ് 1,06,000 റുപ്യ ആയിട്ടുണ്ടാവും ഏറ്റവും മിനിമം. സോ നമുക്ക് നമ്മളെ സേവിങ്സ് കൊണ്ട് നമുക്ക് ബൈയിങ് പവർ കുറയാണ്, നമുക്ക് ആ പ്രോഡക്റ്റ് ഓർ സർവീസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റൂല. ആൻഡ് നെക്സ്റ്റ് വൺ, വിത്തൗട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ഡെറ്റ് ട്രാപ്പ്. ഒരുപാട് ആളുകൾ കടക്കണിയിൽ പെട്ടിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും എല്ലാം നശിപ്പിക്കുന്ന സാധനമാണ്. ഫിനാൻഷ്യൽ നോളജ് എന്തിനാന്ന് വെച്ചാൽ നമുക്കത് ഫ്രീഡം തരും, നമ്മളെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഏർലി റിട്ടയർമെന്റ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എങ്ങനെ കുറെ പണം ഉണ്ടാക്കാന്നല്ല, നമുക്ക് ഫ്രീഡം തരും. നമ്മളേതായ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അതാണ് ശരിക്കും ഫിനാൻഷ്യൽ നോളജ് എന്ന് പറയുന്നത്.